ഹായ് ഫ്രണ്ട്സ്, ESB വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ കാണുന്ന കണക്ക് പ്ലീറ്റഡ് സ്ലീവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ പ്ലീറ്റഡ് സ്ലീവ് ഞാൻ ബ്ലൗസിലാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുർത്തിയിലോ ഗൗണിലോ ബ്ലൗസിലോ ഏത് ഡ്രസ്സിലാണോ നിങ്ങൾക്ക് ആവശ്യം അതിൽ നിങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ മാത്രം മതി. അളവിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. അത് നിങ്ങളുടെ ഏത് അളവാണോ വേണ്ടത് ആ അളവനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ച് വിഡ്ത്തിനുള്ള വീതിക്കുള്ള 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നീളം പ്രത്യേകിച്ച് മാർക്ക് ചെയ്തൊന്നും എടുത്തതല്ല, കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഞാൻ എടുത്തത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നീളമൊന്നും മാർക്ക് ചെയ്യുന്നില്ല. 3 ഇഞ്ച് വീതിക്ക് എടുത്ത തുണി ഞാൻ 2 പീസിലും ഓരോ വശം 1/2 ഇഞ്ച് വീതം മടക്കി ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് ഞാൻ മടക്കുന്നത്. കണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒന്ന് മടക്കി 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ സ്കേർട്ടിലൊക്കെ പ്ലീറ്റ് ഇടുന്ന മാതിരി തന്നെയാണ്. സ്കേർട്ടിലൊക്കെ 2 ഇഞ്ചൊക്കെയാണ് ഇടുന്നത്. നമ്മളിത് 1 ഇഞ്ച് കണക്കിന് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ വശം അതനുസരിച്ച് തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന വശത്തേക്കാണ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ 2 സ്ലീവിനുമുള്ള 2 പീസ് ക്ലോത്തിലും ഇതുപോലൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പ്ലീറ്റുകളും ഒരേ അളവിനായിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ മാർക്ക് ചെയ്ത് തന്നെ അത് പ്ലീറ്റിലേക്ക് സ്റ്റിച്ച് ഇടുവാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 സ്ലീവിലത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട പണിയാണുള്ളത്. ഞാനിവിടെ നേരത്തെ തന്നെ ബോഡി പാർട്ടെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്ത് തീരുമ്പോൾ എനിക്കിവിടെ ഷോൾഡറിൻ്റെ ആവശ്യം 2 ഇഞ്ചാണ് ആവശ്യമായി വരുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് 2.5 ഇഞ്ച് അവിടെ വന്നത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നോർമൽ സ്ലീവ്സ് ചെയ്യുന്നത് ഷോൾഡർ ടു ആം ഹോൾ വരെയാണ് ചെയ്യേണ്ടത്. ഷോൾഡറിൽ നിന്ന് ആം ഹോളിലേക്കാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ നമുക്ക് ഈ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തുമായിട്ട് ഇതുപോലൊന്ന് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സ്ലീവ് വയ്ക്കുമ്പോൾ നമുക്ക് ഈ ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തുമായിട്ട് തെന്നി മാറുവാണെങ്കിൽ ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. നല്ല ഭാഗവും സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഞാൻ ആം ഹോളിൽ നിന്നാണ് തുടങ്ങുന്നത്. സാധാ സ്ലീവ് തുടങ്ങുന്നത് ഷോൾഡർ ടു ആം ഹോളിലേക്കാണ്. ഇതിപ്പം ആം ഹോൾ ടു ആം ഹോളിലേക്ക് ഒരു വശത്തുള്ള ആം ഹോളിൽ നിന്ന് മറുവശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ തന്നെ പെർഫെക്റ്റായിട്ട് ഈ പ്ലീറ്റഡ് സ്ലീവ് നന്നായിട്ട് തന്നെ കിട്ടും. ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പ്ലീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ഈസിയാണ് ഇത് ചെയ്യാനും. ഇനി ഈ നൂലുകളൊന്നും പിന്നെ വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. നൂലുകൾ തെന്നി വരാതിരിക്കാനും ഒന്നുകൂടെ പെർഫെക്റ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. നമ്മൾ നെക്കൊക്കെ പതിച്ചടിക്കൂലേ, അതുപോലൊന്ന് പതിച്ചടിക്കാം. പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ അകത്തുള്ള തയ്യൽ തുമ്പെല്ലാം, അതായത് സ്ലീവിലതും ഷോൾഡറിൻ്റെതും എല്ലാം ബോഡി പാർട്ടിലേക്ക് തിരിഞ്ഞ് വരത്തക്ക രീതിയിൽ വച്ചതിന് ശേഷം ബോഡി പാർട്ടിലേക്കാണ് ഈ സ്റ്റിച്ച് വരേണ്ടത്. സ്ലീവിലല്ല ഈ സ്റ്റിച്ച് വരേണ്ടത്, ബോഡി പാർട്ടിലേക്കാണ് സ്റ്റിച്ച് വരേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. സ്ലീവിലേക്കല്ല, ഇങ്ങനെയല്ല വരേണ്ടത്, അങ്ങോട്ട് തിരിച്ച് ബോഡിയിലേക്കാണ് ആ ഒരു മടക്ക് വരേണ്ടത്. അപ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി 2 സ്ലീവും മറ്റേ സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബോഡിയാണ് ഞാനിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുൾ ക്ലോസ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് ഇനി നെക്കിലൊക്കെ ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സ്ലീവ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നോർമലി സ്ലീവിന് 10 ഇഞ്ചാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ കൂടുതൽ കൊടുക്കുക. അതായത് ഒരു വശത്ത് നിങ്ങൾ 10 ഇഞ്ച് വരുമ്പോൾ ഒരു വശത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്.
അത് നിങ്ങൾ 6 ഇഞ്ചോ 7 ഇഞ്ചോ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.